താങ്കളാണ് ആ ഡയലോഗ്. അത് വേണ്ട, നമുക്ക് ഇത് ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാം. നമ്മളെ ട്രോളാൻ വേണ്ടി വേണ്ട വേണ്ട, അത് വേണ്ട, കട്ട് ചെയ്യാം. ഇത് ജോവാക്കർ പറഞ്ഞു അത് വേണ്ട, വെറുതെ ട്രോള്. ജോവാക്കർ ഡയലോഗ് അതെ 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 ഞാൻ പറഞ്ഞത് താൻ പറയോ? ഇല്ല, തനിക്ക് ഡയലോഗ് പറയാതെ കട്ട് ചെയ്തോ പളി കട്ടി ഞാൻ പറഞ്ഞോളാന്ന് പറയോ? നമ്മള് ആക്ട് ചെയ്താ പോലും മനസ്സിലായില്ല, നിങ്ങൾ നാച്ചുറൽ ഓവറായില്ലടാ. പ്രൊഫഷണൽ എന്തിനാണ് കൊന്നിട്ട്? നമ്മൾ ഗുണ്ടകളല്ല, അനാഥരാണ്. പോരെ, മതി. അപ്പൊ നമുക്ക് ഇനി ബാക്കി ഇനിയിപ്പോ നാളെ ട്രോളുകൾ കാണാം അല്ലേ? എടാ അതൊന്നും എടുക്കണം അല്ലേ? ഇതെനിക്ക് അനിൽ ജോസിന്റെ ഓർമ്മ വന്നു. JSK എന്ന് പറയുന്ന സിനിമയും അതിൽ അഭിനയിച്ച മാധവ് സുരേഷൊക്കെ ഇപ്പോ കുറച്ച് വൈറലാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ എയറിലാണെന്ന് പറയാം അല്ലെ ജോക്കറെ? അതെ അതെ അതെ. പക്ഷെ അത് എന്താണ് അതിനെ കുറിച്ച് പറയണത്? അത് ഇത്രയ്ക്കൊക്കെ എയറിലാവേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാരണം മാധവ് സുരേഷ് ഒരു നെപ്പോ കിഡാണ്. അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം ഏകദേശം കുറവാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തു. അല്ലെങ്കിൽ ഈ അഭിനയം എന്നുള്ളത് എല്ലാവരും ഫസ്റ്റ് വരുമ്പോൾ തന്നെ മാരകമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരെയും എടുക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്ത് പൊളിച്ചളയും നമ്മുടെ പക്ഷെ ആ ആള് എത്രമാത്രം കേപ്പബിൾ ആണെന്നോ, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകനാണ് എന്നുള്ളത്, നല്ലൊരു ആക്ടറുടെ മകനാണെന്നുള്ളത് നോക്കിയിട്ടാണ് പൊളിക്കുന്നത്. അതിൽ എത്ര സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശരിക്കും JSK ഇറങ്ങിയ ശേഷമാണ് ഈ മാധവനെതിരെയുള്ള ട്രോളുകളൊക്കെ വന്നെങ്കിലും ശരിക്കും ആ പഴയ കുമ്മാട്ടിക്കളി സിനിമയെ വെച്ചിട്ടാണ്, അതിന്റെ സീൻസ് ഒക്കെ വെച്ചിട്ടാണല്ലോ ഈ ട്രോളുന്നത്. JSK അല്ല, ശരിക്കും JSKയുടെ സീൻസ് ഒന്നും എവിടെ അവൈലബിൾ അല്ലോ, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. പക്ഷെ ഈ ഒരു തരം ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കളിയാക്കൽ വന്നു തുടങ്ങിയത് JSK റിലീസിന് ശേഷമാണ്. അത് ശരിയാണ്, ഈ JSKക്ക് ശേഷമാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് കാര്യങ്ങളെല്ലാം. പക്ഷെ ഈ JSKയുടെ യഥാർത്ഥമായിട്ടുള്ള ആ സിനിമയുടെ പ്രമേയവും ഈ പറഞ്ഞ അതിൽ മാധവ് സുരേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറും ഇതില് സുരേഷ് ഗോപി എന്ന ആക്ടറുടെ അഭിനയവും ഇത് വെച്ച് നോക്കുമ്പോൾ മാധവ് സുരേഷിന്റെ എപ്പോഴും നമ്മുടെ ഒരു ഡയറക്ടർ പറയാണ് മതി എന്ന് പറയണം, ഇങ്ങനെ അഭിനയിച്ചാൽ മതി. അതങ്ങനെയാണ്, അത് ന്യൂ കമർ ആയിക്കഴിഞ്ഞാൽ അത് ആരുടെ മകനായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഡയറക്ടർ പറയാണ്, സംവിധായകൻ പറയാണ് ഇങ്ങനെ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ചാൽ മതി, അതിനപ്പുറത്തേക്കില്ല. അവൻ പറയുന്നത് ഡബ് ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ ഓക്കെ. പിന്നെ അതാണ് ജനങ്ങൾ കാണേണ്ടത്. ഈ മാധവ് സുരേഷിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അദ്ദേഹം പഴയ ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുന്നു. അല്ല, മെയിനായിട്ട് അച്ഛനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, സുരേഷ് ഗോപിനായിട്ട് കമ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പൊ പല നടന്മാരും ആദ്യത്തെ സിനിമ ചിലപ്പോൾ ഗംഭീര പെർഫോമൻസിലൂടെ വന്ന നടന്മാരുണ്ടാവും, അവരൊക്കെ വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യണത്. പക്ഷെ മാധവ് തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു ഇന്റർവ്യൂവില് JSKയുടെ റിലീസിന്റെ തലേ ദിവസം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, കളിയാക്കല് വരുന്നുണ്ട്, ഞാൻ അതൊക്കെ കാണുന്നുണ്ട്, അഭിനയം എനിക്ക് പറ്റില്ല എന്ന് തോന്നി ഞാൻ അവിടെ നിർത്തും, അതല്ല എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയും പറ്റും, ഞാൻ ചെയ്യും എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്, അതാണ് പുള്ളി പറഞ്ഞത്. ഞാനിപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ഇവിടെ വന്നിരിക്കുന്ന നടന്മാർ ആദ്യമായിട്ട് അഭിനയിച്ചതിൽ ഇപ്പൊ നാടകത്തിന്റെ അല്ലെങ്കിൽ വേറെ ഒരു ഡ്രാമ സ്കൂളിൽ പോകാത്തയോ ആളുകളൊക്കെ വന്നിട്ട് അല്ല, ആരാണ് ഫസ്റ്റ് അഭിനയം തന്നെ ഇഷ്ടപ്പെട്ട ആരാണുള്ളത്? ഏത് നടനാണ്? അത് എല്ലാരും ഇന്ന് കുഞ്ചാക്കോ ബോബൻ വരെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എനിക്ക് അനിയത്തിപ്രാവ് കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരും എന്ന് പറഞ്ഞാൽ. അന്ന് കുഞ്ചാക്കോ ബോബൻ ആ സിനിമയും ഗംഭീരമായിരുന്നു, നല്ല പാട്ടുകളായിരുന്നു, പടം ഇൻഡസ്ട്രി ഹിറ്റ് ആയതുകൊണ്ട് കുഞ്ചാക്കോന് ആ ഫ്ലോയിൽ അങ്ങ് പോയി. പക്ഷെ ഇന്ന് കുഞ്ചാക്കോ പറഞ്ഞല്ലോ, അനിയത്തിപ്രാവ് നിറം, ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് അഭിനയിക്കാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞു. അത് ഓഫ് കോഴ്സ് അനിയത്തിപ്രാവ് തന്നെയായിരിക്കും, കാരണം എനിക്ക് തന്നെ അറിയാം ഞാൻ അതിൽ നല്ല ബോറായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. സിദ്ദിഖ്, നമ്മുടെ നടൻ സിദ്ദിഖ് സന്ദേശത്തിലെ ഒരു ഇമോഷണൽ സീൻ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരയും, അത്ര ഗംഭീരമായിട്ട് പുള്ളി ചെയ്ത. സിദ്ദിഖ് പറഞ്ഞു ഇന്നാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടി നന്നാക്കാൻ വരുന്നു. എല്ലാ നടന്മാരും അങ്ങനെയാണ്. പക്ഷെ അന്ന് ആ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയയിൽ അന്നും ജഗദീഷിന് ഇതുപോലെ തന്നെ എന്തോ പറഞ്ഞിട്ടുണ്ട്, ഋഷി എന്തോ അഭിനയിക്കാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും ഇതുപോലെയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരാളെ ഇത്രയും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് മാധവ് സുരേഷിന് ഇത്രമാത്രം അറ്റാക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ കണ്ടന്റ്. ഇപ്പൊ ഒരാളെ കളിയാക്കുന്ന, അതായത് ഒരാളെ കളിയാക്കുമ്പോൾ കിട്ടുന്ന അത്ര സുഖം അദ്ദേഹം ചെയ്തു, ഓക്കെ, നോർമൽ രീതിയിലുള്ള. പക്ഷെ ഇതെല്ലാവരും ഈ പറയുന്ന എന്തൊരു വീഡിയോയിലും ആ ഓഡിയോ എടുത്തിട്ടിട്ട്, ഇപ്പൊ പല പല വീഡിയോസിലും അത് എടുത്തിട്ടിട്ട് ഇങ്ങനെ പറയുന്ന ഒരു പ്രവണത, അത് ഒരാളെ തേജോധം ചെയ്യുന്നതിന് തുല്യമാണ്. ശരിയാണ്, കളിയാക്കണം, ഓക്കെ. പക്ഷെ എല്ലാവരും കൂടി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ
ഇവരൊക്കെ എങ്ങനെ അത്, കാരണം ആദ്യമേ തന്നെ ഇപ്പൊ പൃഥ്വിരാജിനെ തന്നെ ആദ്യമേ തന്നെ വന്നപ്പോ തന്നെ ഒരുപാട് ഇതേപോലുള്ള സാധനങ്ങൾ ഇപ്പൊ മാധവൻ അങ്ങനെയുള്ള സുരേഷ് ഗോപി വരെ കഴിഞ്ഞ ദിവസം എന്തോ കളിയായിട്ട് പറഞ്ഞില്ല പൃഥ്വിരാജിന്റെ ബാധ എന്തോ കയറിയിട്ടുണ്ടെന്ന്. ഞാനൊരു ട്രോളാ കണ്ടത്, സുരേഷ് ഗോപിയുടെ ഡീറ്റെയിൽഡ് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല. കാരണം മാധവന്റെ ഇംഗ്ലീഷൊക്കെ ആറ്റിറ്റ്യൂഡൊക്കെ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അവന് ഒരു പൃഥ്വിരാജ് ബാധ കയറിയിട്ടുണ്ട് എന്ന് മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ. എന്റെ മറ്റ് ഡീറ്റെയിൽസ് അറിയില്ല. സുരേഷ് ഗോപി പോലും അത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ തമാശ രൂപേണയാണ് പറഞ്ഞത്. വേറെ കുടുംബമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കേട്ട് കഴിയുമ്പോൾ തകർന്നു പോലേക്ക് ഒരുപാട് പേര് പറയുന്നുണ്ടാവും. ആദ്യമേ വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അതും മൂലം ഇദ്ദേഹം ഫേമസ് ആയി. മാധവ് സുരേഷ് എന്നതാണ് ഫേമസ് ആയി നിൽക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഓരോ ആക്ടിങ്ങും എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഇത് ചെയ്തു, അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിരുന്നു എന്നുള്ള ഒരു പേര് വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വന്നപ്പോ എന്തായിരുന്നു കയ്യെത്തും ദൂരത്ത് ഇറങ്ങിയപ്പോ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. പക്ഷെ അന്നത്തെ മാഗസീൻസ് ഒക്കെ പറഞ്ഞ് അഭിനയിക്കാൻ അറിയാത്ത നടന്നും പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് 2002 ഓണത്തിനാണ് കയ്യെത്തും ദൂരത്ത് റിലീസ് ചെയ്യുന്നത്. അതേ ഓണത്തിന് അതേ ദിവസമാണ് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ട് രാജകുമാരി. പൃഥ്വിരാജിന്റെ 3ാമത്തെ സിനിമയാണെങ്കിലും റിലീസ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ഈ 2 സിനിമയും ഇറങ്ങി അന്നത്തെ എല്ലാ കണ്ടിറങ്ങിയ പ്രേക്ഷകരോ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി മാഗസീൻസ് ഒക്കെ പറഞ്ഞിരുന്നത് ആർക്കും അഭിനയിക്കാൻ അറിയില്ല. ആ പൃഥ്വിരാജ് ഫഹദ് ഇന്ന് എവിടെ എത്തി, ആ ഫഹദ് എങ്ങനെ തിരിച്ചു വന്നു, അത്ര നോക്കിയാൽ മതി. ചോദിക്കട്ടെ, ഈ സിനിമയിൽ എന്നുള്ളത് എന്താ പറയാ ജീവിതാനുഭവങ്ങളിലൂടെ വന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ആക്ടിങ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയാ അതിലെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അങ്ങനെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു പരിധി വരെ അത് ഗുണം ചെയ്യും. ഇപ്പൊ ജഗദീഷ് ശ്രീകുമാറിനെ പോലെ അല്ലെങ്കിൽ നാടകത്തിലുള്ളവരൊക്കെ ചില റോളുകളൊക്കെ ചെയ്യുമ്പോൾ പറയും എന്റെ മനസ്സിൽ ഇന്ന ആളായിരുന്നു, അല്ലെങ്കിൽ എന്റെ തന്നെ അച്ഛനെയാണ് ഞാൻ അതിൽ അനുകരിച്ചത്. ഒബ്സർവേഷൻ ഭയങ്കരമാണ്. ഒബ്സർവേഷൻ പ്രധാനമായിട്ടും ഒരു നടന് വേണം. ഭയങ്കര ഈസി ആയിട്ട് ഇപ്പൊ ദിലീപ് ഒരിക്കൽ തിളക്കം സിനിമയിൽ ദിലീപിന്റെ ആ ഒരു മന്ദബുദ്ധി ആയിട്ടുള്ള ഒരു ബുദ്ധിമാന്യമുള്ള ഒരു ക്യാരക്ടറാണല്ലോ. അതിലൊരു മാനറിസം പറഞ്ഞപ്പോൾ ദിലീപ് അന്ന് മകള് മീനാക്ഷി ചെറിയ കുട്ടിയാണ്, മീനാക്ഷി ചെയ്യുന്ന ഒരു മാനറിസം ഞാൻ എടുത്തിട്ടു. അന്ന് ഭയങ്കരമായിട്ട് ആളുകൾ എൻജോയ് ചെയ്തതായിരുന്നു അത്. ഇതേപോലെ ഒബ്സർവേഷൻ വളരെ പ്രധാനമാണ്. അത് എക്സ്പീരിയൻസിലൂടെയാണ് കിട്ടുന്നത്. പുറം ലോകമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ആളുകളായിട്ടുള്ള സഹവാസം കൊണ്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മലയാളികളുടെ ഒരു പ്രത്യേകതയെന്ന് തോന്നുന്നു, ഏതെങ്കിലും ഒരു നടൻ വരുമ്പോൾ ആദ്യം തന്നെ ചവിട്ടിക്കൂട്ടി നശിപ്പിച്ച് അവനൊരു ഇതിലേക്ക് എത്തും. ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ആ പ്രവണത, എല്ലാ മലയാളികളല്ല, ഒരു ചെറിയൊരു ശതമാനം അത്രേ ഉള്ളൂ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ പറയുന്ന പോലെ ഇപ്പൊ ഇത് നെപ്പുകിട്ടായോണ്ട് കുഴപ്പമില്ല. പക്ഷെ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അവരെങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ മുമ്പിൽ. കാരണം മലയാളികള് ശരിക്കും അങ്ങോട്ട് ചവിട്ടി, പക്ഷെ പിന്നെ അവൻ എവിടെ പോയാലും അവൻ ജീവിക്കും എന്നുള്ളൊരു സംഭവം. പൃഥ്വിരാജ് എന്തെല്ലാം അതിനുശേഷം പൃഥ്വിരാജപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം കേട്ടു, ഏതെല്ലാം രീതിയിൽ കേട്ടു. പൃഥ്വിരാജിന്റെ ഒരു കല്യാണ പരസ്യം തിയേറ്ററിൽ ആ സമയത്ത് തിയേറ്ററിൽ വന്നാൽ കൂവിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് പൃഥ്വിരാജ് തിരിച്ചു വന്നു. താൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാധവ് സുരേഷ് വെറുതെ അല്ല പൃഥ്വിരാജിനെ റോൾ മോഡലാക്കി എടുത്തേക്കുന്നത്. കാരണം പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെയാണ് അവനും പറയുന്നത്. നിങ്ങൾ പൃഥ്വിരാജ് പറഞ്ഞൊരു സ്റ്റൈലായിട്ടാണ് ആളുകൾക്ക് തോന്നുന്നതെന്ന് തോന്നുന്നു. കാരണം ആദ്യം വന്നപ്പോൾ തന്നെ ഇതേപോലത്തുള്ള കൂക്കിവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കയറി വന്നു. ആ ഒരു സ്റ്റൈല് തന്നെയാണ് അവന്റെ അല്ലെ. പിന്നെ കൂടി ഇവര് പൃഥ്വിരാജിന്റെ പോലെ തന്നെയാണ് പണ്ടത്തെ പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂ പോലെയാണ് ഇന്ന് മാധവന്റെ നമുക്ക് ഇന്റർവ്യൂ കാണുമ്പോൾ. അതായത് മാധവ് വളരെ ഓപ്പൺ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, വളരെ ബോൾഡ് ആയിട്ട് പറഞ്ഞു. അതായത് പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വത കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു മറ്റേ ഇതിൽ അഭിനയിച്ചു, മാളികപ്പുറത്തിൽ അഭിനയിച്ച മറ്റേ ദേവാനന്ദ, ആ കൊച്ചിനെ പോലെ ആളുകൾ വെറുതെ വിട്ടിട്ടില്ല. അതെ. അതായത് ഇവിടുത്തെ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, അതായത് ഈ പ്രായത്തിലുള്ള ആൾക്കാർ ഈ പ്രായത്തിലുള്ള വർത്താനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ വലിയ വായിൽ വർത്താനം പറയേണ്ട. അപ്പൊ മാധവൊക്കെ അങ്ങനെ ഓപ്പൺ ആയിട്ട്. എനിക്ക് മറ്റൊരു കാര്യം, ഞാൻ ഒരു ഇന്റർവ്യൂ മാധവന്റെ ഇതേപോലെ തന്നെ JSKയുടെ ആ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടത്, മാധവ് ഓപ്പൺ ആയിട്ട് അച്ഛന്റെ രാഷ്ട്രീയത്തെ ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാധവ് പറയുന്നുണ്ട്. പക്ഷെ മാധവ് നരേന്ദ്രമോദിനെയും അമിത്ഷാനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു. അതും ഒരു കാരണമാവാം. അതായത് ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ നേതാവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ, അതായത് അപ്പോഴും മാധവ് പറഞ്ഞത് ഒരു BJP നേതാവ് എന്ന രീതിയിൽ അല്ല, ഒരു പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ എന്ന രീതിയിൽ അമിത്ഷാനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ അടിയിലോട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും എനിക്ക് ഇഷ്ടമല്ലാതെ പറഞ്ഞത്. അത് അച്ഛന്റെ രാഷ്ട്രീയം ഞാൻ അംഗീകരിക്കുന്നില്ല, പക്ഷെ ഞാൻ നരേന്ദ്രമോദിനെ അംഗീകരിക്കുന്നു എന്ന് ചിലപ്പോൾ അതും ഒരു കാരണമാവാം. ഇപ്പൊ പിണറായി വിജയനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എതിർ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ ഇതൊക്കെ കൂടിയും ഒരു കാരണമാവാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടുത്തെ എത്ര നടന്മാരും ഓപ്പൺ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരെ കുറിച്ചോ അവരിഷ്ടമുള്ള അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോ പറയുന്നുണ്ട്. വളരെ കുറവല്ലേ. എല്ലാവരും സേഫ് കളിക്കുന്ന കണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ മാധവ് സുരേഷ് ഒക്കെ പറയുന്ന കുറെ കാര്യങ്ങളിൽ
കുറെ ജെന്യൂനിറ്റി ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇവര് ഭയങ്കരമായിട്ട് എനിക്കിതാണ് ഇഷ്ടം, എൻ്റെ ഇഷ്ടം ഇതാണ് എന്നവർ പറയുമ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന ആൾക്കാർ അഹങ്കാരമായിട്ട് തോന്നുകയും പിന്നെ പറയാം എന്റെ അച്ഛനെ പറയുന്നു, അത് പിന്നെ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകുന്നു, അച്ഛനും കണ്ണടയ്ക്കുന്നു. പക്ഷെ വീട്ടിലിരിക്കുന്ന അമ്മയെ പറഞ്ഞ് ഞാൻ പ്രതികരിക്കും എന്ന് പറഞ്ഞു, അത് ഞാൻ തിരിച്ച് തെറി വിളിക്കുന്നു. അത് വിളിക്കണ ഗൂഗിൾ സുരേഷിന്റെ അങ്ങനെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനത് തിരിച്ച് ഗൂഗിൾ സുരേഷ് ഇവരൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ള. എനിക്ക് തോന്നുന്നത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ സുരേഷ് ഗോപി തന്നെ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ പറഞ്ഞ പോലെ അതുപോലെ മക്കളെയും ശരിക്കും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ രാഷ്ട്രീയവും അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നും. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ ഒരുപാടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാണ്, ഗൂഗിൾ സുരേഷ് ഭയങ്കരമായിട്ട് എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ കാണുന്നത് അങ്ങനെയാണ് എന്നുള്ളൊരു എന്തോ ആക്ടറായിട്ടാണ് കാണുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ നീ അങ്ങനെയല്ല എന്നുള്ള കാര്യം മലയാളികൾ തിരിച്ചു പറയുകയും ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു വെച്ച്. കാരണം പക്ഷെ പുള്ളി ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് പറയണേ, നിങ്ങൾ പൃഥ്വിരാജിനെ സപ്പോർട്ട്, എന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മാധവ് സുരേഷ് പറഞ്ഞേ, നിങ്ങൾ എന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത പോലെ ആണെങ്കിൽ സൂപ്പർ സ്റ്റാർ ആക്കിയ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചോദിച്ചു. പക്ഷെ എന്താണ് ആളുകൾ ഇതിനെ മാത്രം ട്രോളേണ്ട കാര്യമൊന്നുമില്ല. അതായത് +2 കഴിഞ്ഞപ്പോ ഡിഗ്രി ഒക്കെ ചെയ്തത് UK-ലാണ്, അത് ഒറ്റയ്ക്ക് ജീവിച്ചതാണ്. അപ്പൊ ആ ഒരു അതായത് വളരെ ചെറുപ്പത്തിലെ അതായത് തമാശ രൂപേണ പല ആളുകൾ പറയും കേരളത്തിന്റെ പുറത്തു പോയാൽ തന്നെ കുറച്ച് വിവരം വെക്കും. നമ്മൾ ഈ പൊട്ടക്കിണറ്റ് കിടക്കുന്ന തവളകൾ എന്ന് പറയുന്ന പോലെ ഇവൻ പുറത്തു പോയിട്ടൊക്കെ കുറെ ലോകങ്ങളും പല കൾച്ചറൊക്കെ കണ്ടതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇവിടുത്തെ പൊട്ടക്കിണറ്റിലിരിക്കുന്ന കുറച്ച് തവളകൾക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ വരാം. അതും എല്ലാവരും അല്ല, ഒരു വിഭാഗം ആളുകളാണ്. പക്ഷെ ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അതുപോലെ ഹേറ്റ് ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ പോലെയാണ് ശരിക്കും പറഞ്ഞത് വന്നത്. പക്ഷെ അതൊരു എനിക്ക് തോന്നുന്നേ സുരേഷ് ഗോപിയൊക്കെ അത് ഭയങ്കര, ഞാൻ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര എന്താ അച്ഛൻ മകൻ ബന്ധത്തിലൊരു കോമഡി പോലെയാ. ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിലുണ്ട്. മാധവ് സുരേഷിനെ പറ്റി അവന് സുരേഷ് എന്താണ് പൃഥ്വിരാജിന്റെ പ്രേതം കയറിയ എന്നൊക്കെ രീതി. അത് മാത്രമല്ല മാധവ് ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ, എനിക്ക് ഈ സിനിമകൾ ഇപ്പൊ കിട്ടുന്നതൊക്കെ സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ്. JSKയിൽ എന്നെ വിളിച്ചത് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ മകനും ഒന്നിക്കുന്നു എന്ന് പറയുന്ന ആ അതൊരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് ഓപ്പണായി സമ്മതിച്ചു. ഇപ്പൊ ഞാൻ എപ്പോക്കിട്ടായിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ എനിക്ക് പ്രൂവ് ചെയ്യാൻ സമയം തരൂ, പ്രൂവ് ചെയ്യാൻ ഞാൻ അവസരം തരൂ, ഞാൻ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോകും എന്നേ പറയുന്നുള്ളൂ. ആളും വലിയ സംഭവമാണെന്ന് പറയുന്നില്ല. പക്ഷെ പുള്ളിയുടെ ഇരിപ്പ് സ്റ്റൈല് ഇതൊക്കെ കാണുമ്പോ അതങ്ങനെ മലയാളികളല്ലേ പൊളിക്കും. അതന്നെ മലയാളികൾ എനിക്ക് മാധവന്റെ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ മാധവന്റെ ഒരു ഇംഗ്ലീഷൊക്കെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് രണ്ട് രീതിയിൽ അറിയാം. അതായത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പറയുന്ന ആളുകളും ഓട്ടോമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് വരുന്നത് തമ്മിൽ നമുക്കത് മനസ്സിലാവും. അതായത് എനിക്ക് തോന്നുന്നു ഈ മാധവ് സുരേഷാണെന്ന് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ കുറെ സോഫ്റ്റ്വെയർ സംബന്ധമായ കാര്യങ്ങളോ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങളോ എന്തൊക്കെയോ ചെയ്യുന്നത് പുള്ളിയാണ്. ഗൂഗിൾ അങ്ങനെയല്ല, ഗൂഗിൾ ഒരു പാവം നാട്ടുപുറം പയ്യനെ പോലെ ഗൂഗിളിന്റെ വർത്തമാനം ഗൂഗിൾ ഇടയ്ക്ക് ഡയലോഗ് അടിക്കും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ആക്സെന്റ് ഒന്നും അങ്ങനെ വരുന്ന ഒരാളല്ല. ഗൂഗിൾ അങ്ങനെയല്ല, ഗൂഗിൾ നാട്ടിൽ തന്നെ പഠിച്ചത്. ഗൂഗിൾ സുരേഷിനെ ഇപ്പൊ കാണുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കര കാമായിട്ട് ഭയങ്കര രസമാണ്. പക്ഷെ ഈ അടുത്തിടയ്ക്കാണ് ഈ പറഞ്ഞ പോലെ പറയുന്ന കാര്യം വളച്ചൊടിക്കുന്നുള്ള രീതിയിലൊക്കെ പുള്ളി തിരിച്ചു പ്രതികരിച്ചു തുടങ്ങിയത്. പുള്ളി എന്താ പറയാ, പക്ഷെ ഈ ഡയലോഗ് പറയുമ്പോൾ വേറെ, പക്ഷെ ആളെ കാണുമ്പോൾ ഭയങ്കര പാവമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ ഒറ്റയുടെ സമയത്തൊക്കെ കണ്ടിരുന്നു. അതുപോലെ തന്നെ വേറൊരു സിനിമ അദ്ദേഹത്തിന്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു മാളിൽ വെച്ചുകൊണ്ടപ്പോ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും 2-3 സിനിമകൾ എന്തോ വരുന്നുണ്ട്. ഇപ്പൊ ഈ ഗൂഗിൾ സുരേഷ് ഉണ്ട്, മറ്റേ സുമതി വളവിൽ ഗൂഗിളുണ്ട്, മാധവ് സുരേഷിന്റെ വരുന്നുണ്ട്. പിന്നെ അച്ഛന്റെ ഒറ്റക്കൊമ്പൻ നടന്നുകൊണ്ടിരിക്കുന്നു പാലയിൽ അല്ലേ, നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കൊണ്ടും അവര് ഓൾറെഡി ഹാപ്പി ആയിരിക്കാം. പക്ഷെ ആളുകളുടെ ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർ, അതായത് ഇപ്പൊ ഇന്നലെ അതാ പറഞ്ഞത്, ഇപ്പൊ സുരേഷ് ഗോപി ഒരു BJPയുടെ കേന്ദ്രമന്ത്രിയാണ്. സുരേഷ് ഗോപിയുടെ മകനായ ഗോകുല് ഇന്നലെ വന്നിരുന്നപ്പോ കണ്ടത് ഗോകുലും രാഹുൽ മാങ്കൂട്ടത്തിലും കെട്ടിപ്പിടിച്ചിരിക്കുന്ന അവര് തമ്മിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇന്നലെ സുമതി വളവ് കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്തടുത്താണ് ഗോകുലായിട്ട് ഇരുന്നിരുന്നത്. അവര് തമ്മിലൊന്നും ഒരു വേറൊരു സംഭവം ഞാൻ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ, നമ്മുടെ ഈ ഗണേഷ് കുമാറും ഗൂഗിൾ സുരേഷും അഭിനയിച്ച സിനിമയുണ്ട്. ആ സിനിമയുടെ ഇതിന് ഓൾറെഡി ഗഗനാചാരി നല്ല ഉഗ്രം ഞങ്ങൾ പ്രിവ്യൂവിൽ ഓൾറെഡി കണ്ടു. അന്നും സുരേഷ് ഗോപി ഈ പറഞ്ഞ പോലെ അന്ന് ഗണേഷ് കുമാറും ഉണ്ടായില്ല. പക്ഷെ മെയിൻ ആയിട്ട് അത് സംഭവം പ്രിവ്യൂ ആണ് ഞാൻ കണ്ടത്. അതിനുശേഷം ഇതിന്റെ ഫോറം മാളിൽ ഒരു ഇതുണ്ടായിരുന്നു, അതിന് ലുലുമാളിൽ സംഭവം PVR-ലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് വന്ന സമയത്ത് ഗണേഷ് കുമാർ ഇവരൊക്കെ ഭയങ്കര അല്ല, ഗണേഷ് കുമാർ പറഞ്ഞല്ലോ സുരേഷ് ഗോകുലിനെ വിളിച്ചിട്ട് ഗണേശൻ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഏറ്റവും കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗണേഷ് കുമാർ സുരേഷ് ഗോപി ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് അല്ല ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് കുറെ വിമർശനങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ
സുരേഷ് ഗോപിയുടെ മകന്റെ ഗോകുലിന്റെ സിനിമ കാണാൻ ഗണേഷ് കുമാറിന്റെ മകനാ വന്നത്. അവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അതുണ്ടായിരുന്നു. അതുപോലെ യജ്ഞചാരി വനിതാ തിയേറ്ററിൽ അവരും ഒരുമിച്ചുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ആശയപരമായിട്ടുള്ള അഭിപ്രായം അത്രേ ഉള്ളൂ. ആ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് കാണുന്നത്. പക്ഷെ കാണുന്ന ജനങ്ങൾ വിചാരിക്കുന്നത് ഇവര് തമ്മിൽ ഭയങ്കരമായിട്ട് ഉടക്കാണെന്നുള്ള ഒരു ധാരണയാണ്. ഭയങ്കര കൂട്ടായിട്ട് അച്ഛന്റെ മെയിൻ കൂട്ടുകാരനായിരുന്നു തോന്നി സുരേഷ് ഗോപി. എന്തൊക്കെ രാഷ്ട്രീയം മാറി ഇപ്പൊ വിഷയം മാറിയിട്ടുണ്ടാവും എനിക്കറിയില്ല, ആശയം മാറിയല്ലോ. അതുപോലെ തന്നെ ഈ ഗോകുൽ സുരേഷും ഗണേഷ് കുമാർ തൊട്ടടുത്തൊക്കെ തന്നെ ഇന്റർവ്യൂ ചെയ്ത ഇത് നമ്മുടെ ഓൾറെഡി അതിലുണ്ട്. അത്രയ്ക്ക് അടിപൊളിയാണ്. എന്തായാലും അല്ല മാധവ് തെളിയിക്കട്ടെ. പക്ഷെ ഇപ്പോഴും സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ചവിട്ടി താഴ്ത്തുമ്പോ താഴാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേതായ സമയം ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇതൊരു പണ്ട് ബാലനെ കുറിച്ചിട്ട് ഇനിയിട്ടോം പറഞ്ഞ ശേഷം ബാല തന്നെ സ്വയം ട്രോളിയിട്ട് ഷഫീഖിന്റെ സന്തോഷം സിനിമയിൽ അഭിനയിച്ച പോലെ ചിലപ്പോ ഇനി ഇതൊരു ട്രോളായിട്ടൊക്കെ, അതായത് ചിലപ്പോ ഇനി ഇതൊരു സ്പൂഫ് പോലൊക്കെ ഇനി ഇവര് വരും. മറ്റേ ഗുണ്ടകളല്ല അനാഥരാണെന്നൊക്കെ ഇനി ഇവര് തന്നെ സ്വയം ട്രോളിയിട്ട് വരും. അതേ സുരേഷ് ഗോപി തൃശ്ശൂർ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, അതെ അത് മറ്റേ വരനാവശ്യം കൊണ്ട് സുരേഷ് ഗോപി അനുകരിച്ചല്ലോ. അതുപോലെ വരും. എന്നാലും പക്ഷെ എനിക്ക് ഡയലോഗ് താങ്കളാണ് ആ ഡയലോഗ് ഇങ്ങനെ അത് വേണ്ട, നമുക്ക് ഇത് ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാം. അതാണ് നമ്മളെ ട്രോളാൻ വേണ്ടി വേണ്ട അത് വേണ്ട, കട്ട് ചെയ്യാം. അപ്പൊ ഇത് ജോവാക്കറുടെ ഡയലോഗ് പറഞ്ഞ താങ്കളുടെ ശബ്ദവും കാര്യങ്ങളും ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്ന മാധവ് സുരേഷിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ജോവാക്കർക്ക് ഉള്ളത്. ഇല്ല, കാരണം കഴിഞ്ഞ ദിവസം നിങ്ങളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മികച്ച നടനാന്നുള്ള ഒരു കമന്റുകളൊക്കെ ഏറ്റവും കൂടുതൽ അത് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജോവാക്കറാണ് നല്ലൊരു നടൻ എന്നുള്ളതാണ്. ശരിയാവുന്ന തോന്നല്ല. എന്തിനാടാ കൊന്നിട്ട് അതല്ലേ അതല്ലേ പിന്നെന്ത് ഗുണ്ടകള് അനാഥര് അതും കൂടി പറയണോ? എന്തിനാടാ കൊന്നിട്ട് നമ്മൾ ഗുണ്ടകളല്ല അനാഥരാണ്. മതി. അപ്പൊ നമുക്ക് ഇനി ബാക്കി ഇനിയിപ്പോ നാളെ ട്രോളുകൾ കാണാം അല്ലേ. എന്തിനാടാ കൊന്നിട്ട് നമ്മൾ ഗുണ്ടകളല്ല അനാഥരാണ്. അവിടെ നോക്കി പറഞ്ഞാൽ നന്നാവും. പോരെ എന്തിനാടാ കൈവിറക്കല്, എന്തിനാടാ കൊന്നിട്ട് നമ്മൾ ഗുണ്ടകളല്ല അനാഥരാണ്. മാധവ് സുരേഷിനൊപ്പം. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. മാധവ് സുരേഷിന് പറഞ്ഞവര് പറയും അല്ലെ. എന്തായാലും ഇതൊക്കെ പറഞ്ഞിട്ടും അടുത്ത സിനിമ വരുന്നു, അതിൽ വളരെ സന്തോഷം. എല്ലാവരും തളർത്താൻ ഒരുപാട് പേരുണ്ടാവും, വളർത്താനുള്ള ആളുകളായിരിക്കും കുറവ്. എന്തായാലും എന്താ പറയുക, എന്തായാലും മാധവ് സുരേഷ് തെളിയിക്കട്ടെ. JSK കാത്തിരുന്ന് കാണാം. ഓക്കെ.